ധൈര്യം ചോർന്നു പോകുന്ന ഒത്തിരി അവസരങ്ങൾ ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ കടന്നു വരുവാൻ ഇടയുണ്ട്. ചിലതൊക്കെ നാളുകളായി വർഷങ്ങളായി നമ്മളെ ഭാരപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്തു എന്നും വന്നേക്കാം. എന്നാൽ 1 ശമൂവേലിൻ്റെ പുസ്തകം 17-ാം അധ്യായം 32-ാം വാക്യത്തിൽ ഇങ്ങനെയൊരു വാചകമുണ്ട്: അവൻ്റെ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട. ഫെലിസ്ത്യനായ ഗോലിയാത്തിൻ്റെ രൂപം കണ്ട ഇസ്രായേല്യരും പടജനങ്ങളും ഒക്കെ ഭയപ്പെട്ട് വിറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം. എന്നാൽ ദൈവിക അഭിഷേകമുള്ള ദാവീദ് പറയുകയാണ്, അവൻ്റെ നിമിത്തം നിങ്ങൾ അധൈര്യപ്പെടേണ്ട. അതെ, ജീവിതത്തിൽ പലപ്പോഴും നമ്മളും ദൈവസന്നിധിയിൽ നിലനിൽക്കുമ്പോൾ പ്രശ്നങ്ങളെ കണ്ട് അധൈര്യപ്പെട്ട് ഭയന്ന് നിൽക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ദൈവവചനം നമ്മോട് ശക്തമായി വിളിച്ചു പറയുന്നു, നമ്മൾ അധൈര്യപ്പെടേണ്ട. യേശു പറയുകയാണ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അതെ, ഈ ചരിത്രം നാം കാണുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ശൗലും ആ സമയങ്ങളിൽ ഗോലിയാത്തിനെ ഭയന്നിരുന്നു. എന്നാൽ ദാവീദോ അവൻ്റെ കായിക ബലമോ കഴിവോ അല്ല നോക്കിയത്. അവനോട് കൂടെ ഇരുന്ന് പ്രശ്നങ്ങളിൽ അവനെ സഹായിക്കുകയും വിടുവിക്കുകയും ചെയ്ത സർവ്വസൈന്യാധിപനാകുന്ന ദൈവത്തെയാണ് അവൻ കണ്ടത്. അതെ, നമ്മുടെ ജീവിതത്തിലും എപ്പോഴെങ്കിലും പ്രശ്നങ്ങളെ കണ്ട് നാം ഭയപ്പെടുന്നെങ്കിൽ ഓർക്കുക, നമ്മൾ പലപ്പോഴും കാണേണ്ടുന്ന വണ്ണം ദൈവത്തെ കാണാതെ പലപ്പോഴും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ സമ്മർദ്ദങ്ങൾ നിമിത്തം നമ്മളും വിറച്ചു പോകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ദൈവവൈദ്യരെ യഥാർത്ഥമായ ഒരു അഭിഷേകം നമ്മുടെ മേലുണ്ടെങ്കിൽ, ദൈവിക ശക്തി നമ്മുടെ മേലുണ്ടെങ്കിൽ, നമ്മളും ശത്രുവിനെ കണ്ട് ക്ഷീണിച്ചു പോകേണ്ടുന്ന കാര്യമില്ല. ദൈവം നമ്മോട് കൂടെയുണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ കാണുന്നു. അതെ, കലങ്ങിപ്പോകുന്ന സാഹചര്യങ്ങൾ വരാം, എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുക. പിന്നെ ഈ റോമാലേഖനം 8-ാം അധ്യായം 31-ാം വാക്യം, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? ദൈവം നമുക്ക് അനുകൂലമായി നിൽക്കുന്നുവെങ്കിൽ പ്രതികൂലമായി ഒരു ശക്തിക്കും നമ്മൾക്ക് നേരെ നിൽക്കുവാൻ കഴിയത്തില്ല. സിംഹത്തിൻ്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും ദാവീദിനെ രക്ഷിച്ച സർവശക്തനാകുന്ന ദൈവം നമ്മെയും നമ്മുടെ ജീവിത സാഹചര്യത്തെയും രക്ഷിപ്പാൻ, വിടുവിപ്പാൻ, ശക്തീകരിപ്പാൻ സർവശക്തനാണ്. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കാം, ദൈവസന്നിധിയിൽ ദൈവശക്തിയിൽ ആശ്രയിക്കാം. ദൈവം നമ്മോട് കൂടെ ഉണ്ട്.